അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, അങ്ങേക്ക് നിയമപരമായും രാഷ്ട്രീയമായും മറുപടി നൽകാം. ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന സംഭവവികാസങ്ങൾ, രാഹുൽ മാങ്കുട്ടത്തിനെതിരെ ഒരു നടപടിയിലേക്ക് വളരെ വേഗത്തിൽ പോലീസ് കടക്കുന്നു, പോലീസ് അന്വേഷണം തുടങ്ങിയിരിക്കുന്നു, പലയിടത്തായി തെരച്ചിൽ എന്നുള്ളതാണ് ഇന്നത്തെ വാർത്ത. അതോടൊപ്പം തന്നെ നടക്കുന്ന സൈബർ ആക്രമണങ്ങളുടെ വിവരങ്ങളാണല്ലോ ഇത്. അതിജീവിതയ്ക്കെതിരെ മാത്രമല്ല, കോൺഗ്രസിലെ പ്രധാനപ്പെട്ട നേതാക്കൾക്കെതിരെയും. ഇന്ന് രാജ്മോഹൻ ഉണ്ണിത്താനൊക്കെ എന്നെക്കൊണ്ട് അധികം പറയിപ്പിക്കരുത്, ഇനിയും എനിക്കെതിരെ സൈബർ ആക്രമണം ഉണ്ടായാൽ ഞാനൊരു വാർത്താ സമ്മേളനം നടത്തി പലതും വിളിച്ചു പറയുമെന്നാണ് പറയുന്നത്. അപ്പോൾ രാഹുൽ മാങ്കുട്ടത്തിനെതിരെ നേരത്തെയും പരാതികൾ പാർട്ടിക്ക് മുന്നിൽ ഉണ്ടായിട്ടുള്ളതാണ്. ആ പരാതി അറിഞ്ഞുകൊണ്ടാണ് അന്നത്തെ KPCC അധ്യക്ഷൻ K. സുധാകരൻ രാഹുലിനെ ഏറ്റവും മിടുക്കനായ ചെറുപ്പക്കാരൻ, ഭാവിയുടെ വാഗ്ദാനം എന്ന് വിശേഷിപ്പിച്ചിരുന്നത്. ഇത് നമ്മുടെ മുന്നിലുണ്ട്. ഇതിനിടയ്ക്ക് നടക്കുന്ന സൈബർ ആക്രമണങ്ങൾ, ഇതിൽ എന്ത് നടപടി പ്രതീക്ഷിക്കാം അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ? ഞാൻ ഈ രാഹുൽ മാങ്കൂട്ടം ഇഷ്യൂവുമായി ബന്ധപ്പെട്ട് ആദ്യമായിട്ടാണ് ഒരു ചർച്ചയ്ക്ക് വന്നിരിക്കുന്നത്. ഒരു പക്ഷേ ഇനി ആ ചർച്ചയ്ക്ക് ഇരിക്കാൻ പാടില്ല എന്ന് ചിന്തിക്കുന്ന ഒരാളുമാണ് ഞാൻ. കാരണം നമ്മളൊക്കെ കമ്മിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സെക്ഷൻ 72 BNS ഒഫൻസ് ആണ് കമ്മിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മളിവിടുന്ന് വിശദീകരിച്ച് കഥയെല്ലാം പറഞ്ഞില്ലേ? ഈ പറഞ്ഞ കഥ പറയരുത് എന്നാണ് സെക്ഷൻ 72 പറയുന്നത്. ദിവസങ്ങളോളമായി ബെയിൽ ആപ്ലിക്കേഷനിലെ കണ്ടന്റ്സ് വരെ എടുത്ത് വായിച്ച് ചർച്ച ചെയ്യാണ്. ഇത് ആർക്ക് വേണ്ടിയാണ്? വിക്ടിമിന് വേണ്ടിയാണോ ഈ ചർച്ച ചെയ്യുന്നത്? വിക്ടിമിന് വേണ്ടിയാണ് ചർച്ച ചെയ്യുന്നതെങ്കിൽ വിക്ടിമിനെതിരെയുള്ള ആക്ഷേപങ്ങൾ ആര് പറഞ്ഞ രൂപത്തിലായാലും അത് പുറത്തുവിടാൻ പാടില്ല, അത് പബ്ലിഷ് ചെയ്യാൻ പാടില്ല, അത് ടെലികാസ്റ്റ് ചെയ്യാൻ പാടില്ല. അത് വിക്ടിമിനെ ബാധിക്കും. നിങ്ങൾ എന്റെ സഹോദരിയെ ആണ് ആ വിക്ടിമെങ്കിൽ, എന്റെ മകളാണ് വിക്ടിമെങ്കിൽ ഞാൻ ഒരു തരത്തിലും അനുവദിക്കില്ല ഈ ചർച്ച. ഈ ചർച്ചയുടെ ബെനിഫിഷ്യറി ഒരു പൊളിറ്റിക്കൽ പാർട്ടിയും ഒരു തെരഞ്ഞെടുപ്പുമാണ്. ഞാൻ തെളിച്ചു പറയുകയാണ്. ഒരുപാട് പബ്ലിക് ഇഷ്യൂസ്, ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഫോർത്ത് എസ്റ്റേറ്റിന്റെ ജോലി, ഒരുപാട് പബ്ലിക് ഇഷ്യൂസ് ഉണ്ട്. അതൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഒരു വിഷയം ചർച്ചയ്ക്കിടുക. ആ ചർച്ച സെക്ഷൻ 72 ഒഫൻസ് ആണ്. ആ ഒഫൻസ് ഇപ്പൊ രാഹുൽ മാങ്കൂട്ടം നടത്തിയെന്ന് പറയുന്ന കമ്മിറ്റ് ചെയ്ത ഒഫൻസ് ഇല്ലേ, അതിന്റെ എല്ലാ നെസസറി ഇൻഗ്രീഡിയൻസ് ഉള്ള ഒഫൻസ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ചാനലുകളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ തുടങ്ങുന്നത് നമ്മൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയാണ് ചർച്ച ചെയ്യുന്നത്, അതിജീവിയുടെ വിശദാംശങ്ങൾ വിവരിക്കുകയല്ല. ഞാൻ ഒറ്റ വാക്ക് ചോദിക്കുന്നു. ഞാൻ ഏറ്റവും അധികം ബഹുമാനം നിങ്ങളോട് കാണിച്ചുകൊണ്ട് പറയുകയാണ്, ബെയിൽ ആപ്ലിക്കേഷൻസിന്റെ കണ്ടന്റ്സ് ഒന്നും ഇവിടെ എടുത്ത് വായിക്കാൻ പാടില്ല. ഇപ്പൊ പറഞ്ഞില്ലോ, വിവാഹം കഴിച്ചില്ലോ, ആ ഫാക്ട്സ് ഒന്നും ഇവിടെ ചർച്ച ചെയ്യാൻ പാടില്ല. അതൊന്നും നമ്മുടെ ചർച്ചയിൽ വരാൻ പാടില്ല എന്നാണ് എന്റെ ചർച്ചയിൽ പങ്കെടുത്ത് വിളിച്ചു പറഞ്ഞ രാഹുൽ ഞാൻ പറഞ്ഞിട്ടുള്ള അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ. നമ്മൾ ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും അത് പൊതുമധ്യത്തിലേക്ക് ഇട്ട് കഴിഞ്ഞിരിക്കുന്നു. ഞാൻ സ്മൃതിയുടെ ചർച്ചയിലല്ല പറയുന്നത്, അല്ല ഞാൻ പറയുന്നത് എന്റെ ചർച്ചയിൽ രാഹുൽ അത് വിളിച്ചു പറഞ്ഞത്. ഈ ചാനലിലെ മറ്റൊരു ചർച്ചയിലും ഞാൻ എന്റെ വിഷ്വൽസ് അയച്ചുതരാം. ഈ ചാനലിലെ ചർച്ചയിലും മറ്റു ചില ചാനലിലെ ചർച്ചകളിലും ബെയിൽ ആപ്ലിക്കേഷൻസിന്റെ കണ്ടന്റ്സ് വായിച്ചു, അത് പുറത്തുവിട്ടു. ആ കണ്ടന്റ്സ് കോടതിയിൽ പറയേണ്ട കാര്യമാണ്. X എന്ന് പറഞ്ഞു കൊടുക്കുന്ന പെറ്റീഷനാണത്. ആ പെറ്റീഷനിൽ നമ്മൾ അതെടുത്ത് പുറത്ത് കാണിക്കാൻ പാടില്ലായിരുന്നു. നിലവിൽ ഈ ചർച്ചയുടെ ബെനിഫിഷ്യറി വിക്ടിം അല്ല, ഈ ചർച്ചയുടെ ബെനിഫിഷ്യറി ആർഷോ ആണ്. നേരത്തെ എന്നോട് രാഷ്ട്രീയ നിരീക്ഷകൻ സജീവൻ പറഞ്ഞല്ലോ, ഒറ്റ മനസ്സോടെ കോൺഗ്രസിന് പറയാൻ പറ്റുന്നില്ല, പലതായിട്ടാ പറയുന്നതെന്ന്. ഒറ്റ മനസ്സോടെ പറയാൻ പാടില്ല ഈ വിഷയം അങ്ങനെ ജോയിന്റ് ആയിട്ട് നിന്നിട്ട് പറയാ. ശബരിമലയിലെ മോഷണം നടത്തിയ മോഷ്ടിച്ച് കച്ചവടം നടത്തിയ പത്മകുമാറിനെ പുറത്താക്കണ്ട എന്ന തീരുമാനം ശരിയാണ് എന്ന് എല്ലാവരും കൂടെ പറയുന്നു. നല്ലതാണോ അത്? പാർട്ടി സെക്രട്ടറി MP ഗോവിന്ദൻ പുറത്താക്കണ്ട എന്ന് പറഞ്ഞാൽ ആർഷ പോയി പറയണ്ടേ? അത് വിശ്വാസികളുടെ കൊടുത്ത സാധനമാണ്, അത് അടിച്ചോണ്ട് പോയിനെ പുറത്താക്കണമെന്ന് പറയണ്ടേ? ആ പാർട്ടിയിൽ രണ്ടഭിപ്രായം വരണ്ടേ? അപ്പൊ ആ രണ്ടഭിപ്രായം വരാത്തതാണോ നല്ലത്, വരുന്നതാണോ നല്ലത്? ജനാധിപത്യത്തില് നല്ല അഭിപ്രായങ്ങൾ പറയാൻ പറ്റുന്ന പാർട്ടി വേണം തെരഞ്ഞെടുക്കാൻ. എന്തു തോന്നിവാസത്തിനും കൂട്ടി നിൽക്കുന്ന ഒരു കൂട്ടായ്മയെ മാറണോ അത്? തോന്നിവാസം കണ്ടാൽ തോന്നിവാസമാണെന്ന് പറയുന്ന ആ പാർട്ടിയിൽ ഉണ്ടാകണം. അങ്ങനൊന്നും ഇല്ല CPIM-ന്. ഇപ്പൊ അവരുടെ ആവശ്യം വിക്ടിമൊന്നുമല്ല, ഇപ്പൊ അവരുടെ പ്രശ്നം തെരഞ്ഞെടുപ്പാണ്. തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ഏത് രാഷ്ട്രീയ പാർട്ടിയും അപ്പുറത്തെ രാഷ്ട്രീയ പാർട്ടിയിലെ ഒരു പ്രധാനപ്പെട്ട നേതാവിനെതിരെ ഒരു ആരോപണം ഉയർന്നാൽ അത് ആയുധമാക്കും. അത് ആയുധമാക്കിയിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അവരെ സംബന്ധിച്ച് സ്വർണ്ണക്കൊള്ള ചർച്ചകളിൽ നിന്നും വഴിമാറി മറ്റൊരു വിഷയത്തിലേക്ക് പോകുന്നത് അവർക്ക് ആശ്വാസകരമാണ് അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ. പക്ഷെ അതിൽ ആര് വഴിവെച്ചു? ഞാൻ 3 പതിറ്റാണ്ടില് കേരള ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്തൊരു അഭിഭാഷകനാണ്. ഞാൻ പറയുന്നു, ഇത് ഒഫൻസാണ് കമ്മിറ്റ് ചെയ്യുന്നത്. നിങ്ങൾ ചർച്ച ചെയ്യേണ്ട സബ്ജക്ട് അതല്ല. 8-ാം തീയതി ദിലീപ് കേസിന്റെ വിധി വന്നു കഴിഞ്ഞാൽ ചർച്ച ചെയ്യേണ്ട ഒരു രീതിയുണ്ട്. അതിന് അത് എക്സീഡ് ചെയ്ത് ചർച്ച ചെയ്യരുത്.
ആ ചർച്ചകൾ തെറ്റാണ്. ഒരു വിക്ടിം ഈ ഒഫൻസിന്റെ പ്രത്യേക സെക്ഷൻ 72 സെക്ഷൻ 60 പോലുള്ള ഒഫൻസുകൾ ചെയ്യുന്നതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യാവുന്നതിന്റെ പരിമിതി പറയുന്നുണ്ട്. ആ പരിമിതി നമ്മൾ എക്സീഡ് ചെയ്തിരിക്കുന്നു. അത്തരം ചർച്ചകൾ ഇരിക്കുന്നത് ശരിയല്ല. ആ ചർച്ചകൾ പറയുന്നത് ശരിയല്ല എന്നുള്ള അഭിപ്രായം എനിക്കുണ്ട്. ഞാൻ എന്റെ അഭിപ്രായം പറയുന്നു സ്മൃതി, ഈ ചർച്ച ഇവിടെ അവസാനിക്കണം. ഇതിവിടെ നിർത്തണം. നിർത്തിയതിനു ശേഷം മറ്റൊന്നും കൊണ്ടല്ല പറയുന്നത്, രാഷ്ട്രീയമായിട്ട് പുറത്ത് നിങ്ങൾ പറഞ്ഞോളൂ, പക്ഷെ നിങ്ങളുടെ പ്ലാറ്റ്ഫോമിനെ ഉപയോഗിക്കാൻ അനുവദിക്കരുത്. ഈ പ്ലാറ്റ്ഫോമുകളിൽ ഈ ചർച്ചയുമായി മുന്നോട്ട് പോവുകയും അതിന്റെ അറസ്റ്റ് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. സജീവന് സന്തോഷം തോന്നുന്നുണ്ടാവും. സജീവന് സന്തോഷം തോന്നുന്ന കാര്യം ചർച്ചയ്ക്ക് നിങ്ങൾക്ക് ഹാപ്പി ആയിരിക്കും നിങ്ങളൊക്കെ. പക്ഷെ കാരണം വിക്ടിമുമായിട്ട് നിങ്ങൾക്ക് ബന്ധമില്ലല്ലോ. വിക്ടിമുമായിട്ട് ബന്ധമുള്ള വേറെ ആളുകളല്ലേ, വിക്ടിം അഫക്റ്റഡ് അല്ലേ. നമ്മുടെ വിക്ടിമിന് അനുകൂലമായിട്ട് പറഞ്ഞു ഇരിക്കട്ടെ. അങ്ങനെയെങ്കിൽ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ ഇപ്പോൾ പറയുന്നത് രാഷ്ട്രീയമാണ്, നിയമപരമായ കാര്യത്തെ കുറച്ചുകൂടി രാഷ്ട്രീയമാണ് പറയുന്നത്. അങ്ങ് പറയൂ, അങ്ങയുടെ രാഷ്ട്രീയ സഖ്യത്തിൽ നിന്നും അതിജീവിതയ്ക്ക് വേണ്ടി വന്ന ഒരു സഹായം പറയൂ. അതിജീവിതയ്ക്കൊപ്പം നിൽക്കുന്നു എന്ന് പറയുന്ന ഒരു പ്രതികരണം പറയൂ. പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുണ്ട് അതിജീവിതയ്ക്കൊപ്പമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ പറയലല്ല ഞാൻ പറയുന്നത്, കൂടെ നിന്ന് അവരെ നിയമപരമായി സഹായിക്കുന്ന എന്ത് നടപടി ഉണ്ടായിട്ടുണ്ട്? നമ്മളിത് ചർച്ച ചെയ്യില്ലെങ്കിൽ ഉണ്ടാവില്ലല്ലോ. ഏത് പാർട്ടിയാണ് സഹായിച്ചിരിക്കുന്നത്? അതിജീവിതം അങ്ങനെയാണ് സഹായിക്കേണ്ടത്? ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണോ സഹായിക്കേണ്ടത് ഇവരെ? ഒരു അതിജീവിതയെ ഏത് പൊളിറ്റിക്കൽ പാർട്ടിയുടെ നേതാവാണോ ഇത് കമ്മിറ്റ് ചെയ്തിരിക്കുന്നത്? ആ പാർട്ടിക്ക് ഒരു ഉത്തരവാദിത്തമില്ലേ? അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, ആ പാർട്ടിക്ക് ഉത്തരവാദിത്തമില്ലേ? വ്യക്തിപരമായ പുറത്തോട്ട് പറയാൻ ആഗ്രഹിക്കാത്ത, വ്യക്തിപരമായ പുറം ലോകം അറിയാൻ ആഗ്രഹിക്കാത്ത ആക്ഷേപകരമായ ചില വിഷയങ്ങൾ, അതിന്റെ അംശങ്ങളുള്ള ഒരു കാര്യം പൊളിറ്റിക്കലായിട്ട് വന്ന് പബ്ലിക് റോഡിൽ പ്രസംഗമായിട്ടാണോ പറയേണ്ടത്? അത് കൊടുക്കേണ്ടത് ലീഗലായിട്ടാണ് എടുക്കേണ്ടത്. ലീഗലായിട്ട് അവർ ടേക്കപ്പ് ചെയ്തിട്ടുണ്ടാവും. അത് ലീഗൽ കോഴ്സ് അതിന്റെ ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകട്ടെ. അറസ്റ്റ് ചെയ്യുന്നെങ്കിൽ അറസ്റ്റ് ചെയ്യട്ടെ. അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, അങ്ങ് ഏത് കാലത്ത് നിന്നും ഏത് ലോകത്ത് നിന്നുമാണ് സംസാരിക്കുന്നത്? എനിക്ക് അത്ഭുതം തോന്നുകയാണ്. അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, അതിജീവിത ഇതുവരെ പരാതി നൽകിയിട്ടില്ല. അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, ഇതുവരെ പരാതി നൽകിയിരുന്നില്ല. എന്തുകൊണ്ട്? ഈ ശബ്ദരേഖ പുറത്തു വന്ന ശേഷം അവർ പരാതി നൽകാൻ മടിച്ചത് എന്തുകൊണ്ടാണ്? ഈ സൈബർ ആക്രമണത്തെ തുടർന്നാണ്. അങ്ങ് ഒറ്റ കാര്യം പറഞ്ഞാൽ മതി. അങ്ങയുടെ മുന്നണിയുടെ ഭാഗമായ രാജ്മോഹൻ ഉണ്ണിത്താൻ ഇന്ന് എന്താണ് പറഞ്ഞത്? അതിജീവിത അഭിപ്രായം, അതിജീവിതം എന്തുകൊണ്ട് കൊടുത്തില്ല, ആര് പറഞ്ഞിട്ട് കൊടുത്തില്ല എന്നൊന്നും മറുപടി പറയേണ്ടതില്ല, പറയാൻ പാടില്ല. ഞാൻ പറയുന്നത് അതിജീവിതം ഇപ്പൊ ഒരു പരാതി കൊടുത്തിട്ടുണ്ട്. ആ പരാതി കൊടുത്തതിന് ശേഷം അതിലൊരു ക്രൈം എടുത്തിട്ടുണ്ട്, അതിൽ ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നു. ആ സമയത്ത് ചർച്ച ചെയ്യുന്നത് പരാതി എന്താണെന്ന് അങ്ങ് പറയൂ. ഇപ്പോൾ കൊടുത്ത പരാതി എന്താണെന്ന് അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ ഒന്ന് പറയൂ. ഇപ്പോൾ കൊടുത്ത പരാതി എന്താണ്? ഡിസ്ക്ലോസ് ചെയ്യാൻ പാടില്ല. അല്ല, എന്താണ് പരാതി? പരാതി ഡിസ്ക്ലോസ് ചെയ്തു എന്നതാണല്ലോ. അത് ഡിസ്ക്ലോസ് ചെയ്യാൻ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, ഡിസ്ക്ലോസ് ചെയ്തു എന്നാണ് പരാതി. അതാണ്. അല്ല, അങ്ങ് ചെയ്തു എന്നല്ല, ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. ഞാൻ പറയുന്നത് അതിജീവിത കൊടുത്ത പരാതി ഇവിടെ പാർട്ടിയുടെ ഉത്തരവാദിത്തമുള്ള ആളുകൾക്കെതിരെയാണ് അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ. ഇതിലെ മൂന്നാം പ്രതി ദീപ ജോസഫ്, ഒന്നാം പ്രതി മഹിളാ കോൺഗ്രസിന്റെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിയായ യുവതിയാണ് രഞ്ജിത പുളിക്കൽ. നാലാം പ്രതി ആരാണ്? KPCC ജനറൽ സെക്രട്ടറിയാണ് സന്ദീപ് വാര്യർ. ഉത്തരവാദിത്തമില്ലേ ആ പാർട്ടിക്ക്? അതെ ഉണ്ട്. അന്വേഷിക്കണം, ക്രൈം എടുക്കണം, ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം, അറസ്റ്റ് ചെയ്യണം, റിമാൻഡ് ചെയ്യണം. എന്താ കുഴപ്പം? അത് ചെയ്ത് കൊടുത്ത പരാതിയുടെ മേലിൽ അത് വേണ്ടെന്ന് ആരാ പറഞ്ഞത്? ഞാൻ പറയട്ടെ, ഇപ്പോ എനിക്ക് സൈബർ പോലീസിന്റെ ഈ ആക്ഷനോട് വളരെ താല്പര്യമുണ്ട്. ഞാൻ വളരെ ശ്രദ്ധയോടെ അതിനെ കാണുകയാണ്. എന്താണെന്നറിയോ, മെറ്റായുടെ വല്ല എന്താ പറഞ്ഞ ഫേസ്ബുക്കിന്റെ ഓണറിന്റെ വല്ല റിപ്പോർട്ടും ആവശ്യമുണ്ടോ എന്ന് അറിയില്ല. കാരണം കാഫിർ കേസിൽ ഞാൻ 2 പെറ്റീഷൻ മൂവ് ചെയ്തിട്ടുണ്ട്. 1.5 വർഷമായി ഇതുവരെ അതിന്റെ റിപ്പോർട്ട് കിട്ടിയിട്ടില്ല. വളരെ സ്പീഡിൽ റിപ്പോർട്ടുകൾ എത്തിക്കാൻ കഴിയുന്ന ഒരു സംവിധാനം നമുക്കുണ്ടെങ്കിൽ അടിയന്തരമായി പല കേസിലും ആവശ്യമുണ്ട്. ഈ കേസിലും അത് ചെയ്യണം. അടിയന്തരമായി മുഴുവൻ രേഖയെടുത്തിട്ട് ഫൈനൽ റിപ്പോർട്ട് കൊടുക്കണം. ഇത് ഫോറൻസിക്കലായിട്ട് കറക്റ്റ് ചെയ്ത് ഫൈനൽ റിപ്പോർട്ട് കൊടുക്കണം. എല്ലാ കേസിലും അത് ചെയ്യണം. ആ ഫൈനൽ റിപ്പോർട്ട് കൊടുക്കുന്ന മൊമെന്റിൽ എന്റെ പെറ്റീഷൻ വരും കാഫിർ സ്ക്രീൻ കേസിൽ. കാരണം എത്ര ദിവസം കൊണ്ട് ചെയ്യാനുള്ള സംവിധാനം ഇവിടെ ഉണ്ടല്ലോ. അത് എന്റെ കേസിന് ചെയ്യണ്ടേ? അപ്പൊ അതവിടെ നിൽക്കട്ടെ. പക്ഷെ ഞാൻ പറയുന്ന പോയിന്റ് ഇത്രേ ഉള്ളൂ. സ്മൃതിയോട് ഞാൻ പറയുകയാണ്, എന്റെ ഒരു സുഹൃത്ത് നിർദ്ദേശിക്കാൻ പറയുകയാണ്, ഈ ചർച്ചകൾ ക്രൈം എടുത്തതിന് ശേഷം, ക്രൈമിന് മുമ്പുള്ളതും ക്രൈമിന് ശേഷമുള്ള വ്യത്യാസമുണ്ട്. ക്രൈം എടുത്ത് ഇൻവെസ്റ്റിഗേഷൻ മുന്നോട്ട് പോകുമ്പോൾ അതിലെ കണ്ടന്റ്സ് വെച്ചിട്ട്, അതിലെ ബെയിൽ ആപ്ലിക്കേഷൻ കണ്ടന്റ്സ് വെച്ചിട്ട്, നാളെ നടക്കുന്ന ആർഗ്യുമെന്റ്സ് വെച്ചിട്ട് അതെല്ലാം ബേസ് ചെയ്തിട്ട് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു എന്ന് പറയുന്നത് സെക്ഷൻ 72 ഒഫൻസ് ആണ് എന്ന കാര്യത്തിൽ എനിക്ക് തർക്കമൊന്നുമില്ല. ശരി, എന്റെ ഇതുവരെയുള്ള പ്രാക്ടീസിന്റെ അടിസ്ഥാനത്തിൽ ഐഡന്റിറ്റി ആണല്ലോ വിഷയം. അല്ല, സെക്ഷൻ 72 എന്ന് പറയുന്നത് ഐഡന്റിറ്റി ആണല്ലോ വിഷയം. ഐഡന്റിറ്റി നമ്മൾ വെളിപ്പെടുത്തിയോ? നമ്മൾ വെളിപ്പെടുത്തിയിട്ടാണോ? അത് വെളിപ്പെടുത്തിയവരെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അത് വെളിപ്പെടുത്തിയവർക്കെതിരെ കേസെടുത്തതിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതുകൂടെ പറയാം. അല്ല, അതെങ്ങനെയാ സ്മൃതി എന്ന് അറിയാമോ ഐഡന്റിറ്റി എങ്ങനെയാണെന്ന്? ക്രൈം എടുക്കുന്നതിന് മുമ്പ്
ഇനി പ്രശ്നം എന്താണെന്നറിയോ? ക്രൈം എടുക്കുന്നതിന് മുമ്പ് പലർക്കും ഐഡന്റിറ്റിയെ കുറിച്ച് നോളജ് ഉണ്ട്. ക്രൈം എടുത്തതിന് ശേഷം ഐഡന്റിറ്റി പറയേണ്ട ആവശ്യമില്ല. അത് ചർച്ച ചെയ്താൽ തന്നെ ഐഡന്റിറ്റി ഓൾറെഡി പബ്ലിക് സ്പിയറിലുണ്ട്. അതുകൊണ്ടാണ് ഈ പ്രശ്നം. ഐഡന്റിറ്റി പലർക്കും അറിയാം. പിന്നെ അതിനെക്കുറിച്ച് അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, ഇതൊന്നും ചർച്ച ചെയ്യാൻ പാടില്ല. കോൺഗ്രസിലെ യുവ നേതാവ്, ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിൽ പാലക്കാട് നിന്ന് ജയിച്ച യുവ MLA-യുടെ ഈ ക്രൈം കേരളം ചർച്ച ചെയ്യരുത് എന്നാണ് അങ്ങ് പറഞ്ഞതിന്റെ ഒരു അർത്ഥം. അങ്ങനൊന്നുമല്ല. അങ്ങനെ നിങ്ങൾ ചർച്ച ചെയ്തോളൂ. ഞാൻ പറഞ്ഞത് നിങ്ങളിപ്പോ രാഹുൽ ഈശ്വർ ചെയ്തത് സെക്ഷൻ 72 ഒഫൻസ് ആണ് എന്നാണ് അലിഗേഷൻ വന്നിരിക്കുന്നത്. അങ്ങനെ ഒരു അലിഗേഷൻ ഉണ്ടെങ്കിൽ ആ ചർച്ചകൾ നടന്നതെല്ലാം സെക്ഷൻ 72 ഒഫൻസ് ആയിട്ട് പറയണം. ഇല്ലെങ്കിൽ നമ്മൾ ആ ചർച്ചകൾ ക്ലോസ് ചെയ്യണം. ഞാൻ ക്രൈം എടുത്തുകൊണ്ടാണ് ഈ പറയുന്നത്. ക്രൈം ഇല്ലെങ്കിൽ ക്രൈം ഇല്ല. ഒരാൾ ഇങ്ങനെ പുകപ്പറ പോലെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ക്രൈം ഇല്ലെങ്കിൽ 72 നിൽക്കില്ലല്ലോ. ക്രൈം ഒരു സ്പെസിഫിക് ക്രൈം വന്നിരിക്കുന്നു വ്യക്തിയുടെ, അല്ലാതെ സുവമോട്ടോ പോലും അല്ല. സ്പെസിഫിക് ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.